ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മിഠായിയുടെ റെസിപ്പിയാണ്. നമ്മളിത് കടല വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. മെയിൻ കടല തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അമൃതം പൊടിയും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മിഠായിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അമൃതം പൊടി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്തോളും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേയിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കടല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് അമൃതം പൊടിയിലേക്ക് 2 കപ്പ് അളവിൽ കടലയാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റിൽ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പുറംതൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്നത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറംതൊലിയൊക്കെ പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേയിലോട്ട് മാറ്റിയിട്ട് ഇത് ചൂടാറിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണം. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമ്മളൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഉരുക്കി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം വെക്കണം കേട്ടോ, എന്നാലേ നമുക്കിതുപോലെ കിട്ടുള്ളൂ. പിന്നെ ഇത് കരിയണത് നോക്കണം. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിയും. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കടല ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ കടല തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ തരിയാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കരുത്. ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് തന്നെ ഈ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടലയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കടല ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അമൃതപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് കറക്റ്റായിട്ട് കിട്ടില്ല എന്നില്ലേ, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുമെന്നൊക്കെ. ഇല്ല, നമ്മളിതൊന്നും കൂടെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇത് മാവ് നല്ല കറക്റ്റിൽ ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ റെഡി ആവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയില്ലേ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മിനിറ്റോളം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാവാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റീൽ പ്ലേറ്റ് ആയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൽ നന്നായിട്ട് നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മളിതൊന്ന് പരത്തി എടുക്കണം കേട്ടോ. ചൂട് ആറിക്കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ പിന്നെ നമുക്കിത് പരത്തിയെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മളിതുപോലെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ ഇപ്പോൾ ഇത് നല്ല ചൂടിലാണ് നിൽക്കുന്നത്, സെറ്റായിട്ടില്ല. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതൊന്ന് വരഞ്ഞു കൊടുക്കുകയും വേണം. നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റായി കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്കിത് നല്ല ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെറ്റാകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും.
ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം അല്ലേ. നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് അല്ലേ. നല്ല ഷേപ്പിൽ നമ്മൾ ആ ഒരു വരഞ്ഞു കൊടുത്ത് അതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഠായിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാറ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.